ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1619. ഇന്ന് ജൂൺ മാസം 6-ാം തീയതി 158-ാമത്തെ ദിവസത്തിലെത്തി. അധ്യാപകര് പിണങ്ങരുത് കേട്ടോ. താഴേക്കിറങ്ങാൻ പറഞ്ഞത് ഈ കൊള്ളരുതാത്ത പിള്ളേരുടെ നിലവാരത്തിന്റെ ഒപ്പം ഇറങ്ങി വരാനാണോ എന്ന് ഒരുപക്ഷെ ആരോ ചോദിക്കുന്നുണ്ട്. ഏറ്റവും മനസ്സില് മൗനത്തില് ഗുരുക്കന്മാര് ശരിക്കും ആചാര്യന്മാരാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കാത്ത രണ്ട് വാക്കുകളും പദങ്ങളുമായി ഗുരുക്കന്മാരും ആചാര്യന്മാരും. എല്ലാവരും അധ്യാപകർ മാത്രമാണ്. ഗുരുക്കന്മാര് ശരിക്കും ആകേണ്ടത് ആചാര്യന്മാരാകുന്നതിലൂടെയാണ്. അധ്യാപകനും ആചാര്യനും തമ്മിൽ അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? അതെന്താ അവർ തമ്മിൽ അത്രത്തോളം വലിയ വ്യത്യാസം? ഭാഷാപരമായിട്ട് ചിന്തിച്ചാല് അധ്യാപകനും ആചാര്യനും ഒക്കെ ഒരുപക്ഷെ അർത്ഥത്തില് ആശയത്തിലൊന്നാവും. പക്ഷെ അത് രണ്ടായിട്ട് കാണുന്നതും കരുതുന്നതാണ് നല്ലത്. അധ്യാപകൻ ആരാണ്? ഒരാപ്പിളില് എത്ര കുരുവുണ്ടെന്ന് കൃത്യമായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് കേമനാണ്, സാമർഥ്യമുള്ള ആളാണ്. ഒരാപ്പിളിൽ എത്ര കുരുവുണ്ടെന്ന് അത് കണ്ടെത്താനും എണ്ണാനും കൂട്ടിക്കെട്ടി പറയാനും പറ്റാത്തവരെയൊക്കെ മണ്ടന്മാര് എന്ന് അവർ ശാഠ്യത്തോടെ ക്രോധത്തോടെ വിളിക്കുന്നുമുണ്ട്, പോഴന്മാര്. എന്നാല് ആചാര്യന്മാരാരാണ്? ഒരാചാര്യൻ ഒരു കുരുവിനകത്ത് ഇനി എത്ര ആപ്പിളിന് സാധ്യതയുണ്ടെന്ന് കാണിച്ചു തരുന്ന, പഠിപ്പിച്ചു തരുന്ന, ഓർമ്മപ്പെടുത്തി തരുന്ന, അത്തരം ചില വിശാലമായ ആകാശത്തേക്കുള്ള ചില കിളിവാതിലുകൾ എന്റെ കുഞ്ഞു ജീവിതത്തിനകത്ത് തുറന്നു വരുന്നവരാണ്. അതേന്നെ, ഒരു കുരുവിനകത്ത് എന്തുമാത്രം സാധ്യതയുണ്ടെന്ന്, വിത്തിനുള്ളിലെ സാധ്യതയെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്ന, എന്നെ കൊതിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ആ വിശാലമായ ഭൂമിയിലേക്ക് എന്നെ നിർബന്ധപൂർവ്വം ആനയിക്കുന്ന ആളാണ് ആചാര്യൻ. കുറച്ച് വ്യത്യാസമുണ്ടല്ലേ? കുറച്ചല്ല, ചിന്തിച്ചാല് ഒത്തിരി വ്യത്യാസമുണ്ട്. കുറെ കൂടി ആകാശ മനസ്സ് അധ്യാപകരൊക്കെ സ്വന്തമാക്കിയേ മതിയാവും. ആവർത്തിക്കട്ടെ, വിദ്യാർത്ഥികളെ നിന്ദിക്കാതിരിക്കാവോ? ചെറുതും വലുതും പറഞ്ഞവരെ കളിയാക്കാതെയും പരിഹസിക്കാതെയും. ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ സ്ഥിരം ശൈലിയാണ്. ഇത്തരം ചില ചെറിയ ആയുധങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ ജയിച്ചു നിൽക്കുന്നത്. വലിയ പോരാട്ടത്തിന്റെ ഗോതയാവുമ്പോൾ ഇത്തരം ചില കരുതലുകളൊക്കെ വേണം താനും. കുഞ്ഞുങ്ങളെ കുറെ കൂടി ആദരവോടെ പരിഗണിക്കുന്നുവെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ആ ഒരു ബോധ്യത്തിൽ നിന്ന് പതിയെ അവരെ നമുക്ക് നേടാനായിട്ട് സാധിച്ചാലോ? ക്രിസ്തുയേശു നല്ലൊരു അധ്യാപകനായിരുന്നു, നല്ലൊരു ആചാര്യനായിരുന്നു. ആചരിച്ച് കാണിച്ചു തന്നയാളാണ്. ആ മാതൃകയെ നമുക്ക് ഇന്ന് പിന്തുടരാവുന്നതേ ഉള്ളൂ. അതിന് ഈ മതത്തിനകത്ത് ജീവിക്കണമെന്ന് പോലുമില്ല. ഈ മതത്തിന്റെ അനുയായി ആകണമെന്ന് പോലും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.